ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയോട്ട് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളായിട്ട് കടന്നു വരാം. ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര വിരുന്നാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് പ്രീസെയിലും കാര്യങ്ങളുമൊക്കെ അതിഗംഭീരമാണ്. നമുക്ക് അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന കൂടെ ഒന്ന് മാനിക്കുക. ഇവിടെ ഇന്ന് ഇതുവരെ 2027ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 4,32,000 ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 77% തിയേറ്ററിൽ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ 1000-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും 612 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 200-നടുത്തുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും എന്നൊക്കെയാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു 7,21,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി പുറത്തു വന്ന ഇതുവരെയുള്ള കണക്കുകൾ. 7.5 വരെയുള്ള കണക്കുകളാണ്. അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്നത് 8 കോടിക്ക് മുകളിലായിരിക്കും ട്രാക്ഡ് കളക്ഷൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും എറണാകുളത്തൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. എല്ലായിടത്തും ഓറഞ്ച് റെഡ് മയം തന്നെയാണ്. എക്സ്ട്രാ ഷോസ് തീർച്ചയായും ഈ സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെടും. ലേറ്റ് നൈറ്റ് ഷോസുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കപ്പെടപ്പെടുകയാണ്. എന്തായാലും ഫൈനലായിട്ട് നമ്മൾ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കണക്ക് 8.5 കോടിയോളമായിരിക്കാം എന്നുള്ളതാണ്. സിനിമയ്ക്കൊരു മിക്സ്ഡ് റിവ്യൂ വന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു 12 കോടിക്ക് മുകളിലേക്ക് പോയേനെയും എമ്പുരാൻ്റെ മുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ 2 നടന്മാർ, മലയാളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 നടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും അണിനിരക്കുന്നു എന്നുള്ളതാണ്. പ്രീസെയിലൂടെ സിനിമയ്ക്ക് വന്നത് 20,60,00,000 രൂപയോളമാണ് എന്നുള്ളതാണ് ഇന്നലെ റിപ്പോർട്ടുകൾ വന്നത്. കേരള ബോക്സ് ഓഫീസിൻ്റെ ഡബിൾ കളക്ഷനാണ് പുറത്ത് രാജ്യങ്ങളിൽ വരുന്നത്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് സിനിമയ്ക്ക് നടന്നിരിക്കുന്നത്. USA, UK, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇന്നലെ തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് 25 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നു. തമിഴ്നാട്, കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇന്ന് സിനിമയ്ക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 30 കോടിക്ക് മുകളിലായിരിക്കാം ആദ്യ ദിന കളക്ഷൻ എന്നുള്ളതാണ്. എന്താണേലും മണിക്കൂറുകൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോകാം. സിനിമയുടെ പുറത്ത് വന്നിരിക്കുന്ന റിവ്യൂ, അതായത് ഇവിടെ ഡീഗ്രേഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മമ്മൂട്ടിയും മോഹൻലാലും അണിനിറക്കുമ്പോൾ താരനിബിഡമായ ഈ ഒരു സിനിമയ്ക്ക് ഒരിക്കലും ഒരു സ്റ്റാർ വാല്യൂ ബേസ് ചെയ്തിട്ടല്ല പോകുന്നത്. കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള കഥാപാത്രമായി മമ്മൂട്ടിയും മോഹൻലാലും ആടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റുകളൊന്നുമില്ല, പക്ഷേ സിനിമ പ്രേക്ഷകൻ്റെ കൃത്യമായ ഔട്ട്പുട്ടുകൾ തന്നെ വരികയും അതുകൊണ്ട് ഒരു ആവറേജ് എന്നുള്ള മൂവി ആയിട്ടാണ് വന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.